വിഖ്യാത എഴുത്തുകാരനും നിരൂപകനുമായ എം.കെ. സാനു അന്തരിച്ചു. വീണ് പരിക്കേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ വൈകുന്നേരം 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ. വിവരങ്ങളുമായി നമ്മോടൊപ്പം അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ, മലയാള സാഹിത്യത്തെ സംബന്ധിച്ച വളരെ ഒരു തീരാനഷ്ടം തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി പ്രമുഖരടക്കം നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്തൊക്കെയാണ് അവിടുത്തെ? ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മാത്രമല്ല രാഷ്ട്രീയം അടക്കം കേരളത്തിൻ്റെ ഒരു നഭോമണ്ഡലങ്ങളിലെ ഒരു അനശ്വര പ്രതിഭയാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പ്രമുഖർ എത്തിച്ചേർന്നു. കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി രാവിലെ 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതി കാരക്കാമുറിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റും. അവിടെ അല്പസമയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമുള്ളത്. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലേക്ക് മാറ്റും. ടൗൺ ഹാളിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ പ്രമുഖരായ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്യുക. കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയായി നിലകൊണ്ട ആളായിരുന്നു സാനു മാഷ് എന്ന മലയാളികൾ സ്നേഹത്തോടും ആദരവോടും കൂടി വിളിക്കുന്ന എം.കെ. സാനു. അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അദ്ദേഹം ഒരു വഴികാട്ടി എന്ന നിലയിൽ, ഒരു മാർഗദർശി എന്ന നിലയിൽ, ഒരു തലമുറയുടെ മൊത്തം ഒരു മാർഗദർശിയായി വഴികാട്ടിയായി ഉറപ്പിച്ച ആളായിരുന്നു. കേരളത്തിൻ്റെ എത്രയോ സമയങ്ങളിൽ അദ്ദേഹം കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അവസാന സമയം വരെയും കർമ്മനിരതനായ മനുഷ്യൻ കൂടിയായിരുന്നു എം.കെ. സാനു. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വീണ് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ന്യൂമോണിയ ബാധിതനായി വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ന് വൈകുന്നേരം 5:35 അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കേട്ടറിഞ്ഞ് അനേകം ആളുകളാണ് എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം, ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പാർട്ടി വ്യത്യാസമില്ലാതെ ആളുകൾ അദ്ദേഹത്തോട് അന്തിമോപചാരം അർപ്പിക്കാനായി ആശുപത്രി പരിസരത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ആശയപരമായി ഇടതുപക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴും അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുത്ത ആളായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് അംഗീകാരങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ അദ്ദേഹത്തിന് പേരിനോട് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗീകാരങ്ങൾ നേടിയെടുത്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം, ഒപ്പം തന്നെ മലയാള ഭാഷയെയും മലയാള സാഹിത്യത്തെയും കൈപിടിച്ച് നടത്തിയ രാഷ്ട്രീയത്തിലും ഒരേ ഊർജ്ജത്തോടെ ഇടപെട്ട അത്യപൂർവ വ്യക്തികൾ ഒരാളായിരുന്നു പ്രൊഫസർ എം.കെ. സാനു.